കേരളത്തോടുള്ള കേന്ദ്ര ഭരണകൂടങ്ങളുടെ റെയിൽവേ അവഗണനയ്ക്ക് ഏതാണ്ട് സംസ്ഥാന രൂപീകരണത്തോളം തന്നെ പഴക്കമുണ്ട്. ഏറെക്കാലം കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസും നിലവിൽ ഭരിക്കുന്ന BJPയും ഇക്കാര്യത്തിൽ ഭിന്നത പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ വാഗ്ദാനമായിരുന്ന പാലക്കാട്ടെ കോച്ച് ഫാക്ടറി മുതൽ സംസ്ഥാനത്തിന് സ്വന്തമായി സോൺ എന്ന ആവശ്യം വരെ അവഗണനയുടെ ചരിത്രത്താളിൽ അവശേഷിക്കുന്നു. വാഗ്ദാനം നടന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം മൻമോഹൻ സിംഗ് തറക്കല്ലിട്ടെങ്കിലും നടപ്പാക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല. ശിലാസ്ഥാപനം നടന്ന ദിവസം തന്നെ അത് പ്രാവർത്തികമാകില്ലെന്ന് ജനയുഗം ചൂണ്ടിക്കാട്ടിയതും ചരിത്രം. നടപ്പാകില്ലെന്ന പ്രഖ്യാപനത്തോടെ കോച്ച് ഫാക്ടറിക്ക് ശിലയിട്ടു എന്നതായിരുന്നു അന്നത്തെ തലക്കെട്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ കോച്ച് ഫാക്ടറി മാത്രമല്ല സംസ്ഥാനത്തിന് അർഹമായ റെയിൽവേയുടെ എല്ലാ വികസനവും സമ്പൂർണ്ണമായി മരവിപ്പിച്ചു. അതിന്റെ ഏറ്റവും ഒടുവിലെ ചിത്രമാണ് പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകൾ വെട്ടിമുറിക്കാനുള്ള നീക്കം. ദൂരപരിധി പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരും വരുമാനവുമുള്ള 2 ഡിവിഷനുകളെ ഇല്ലാതാക്കാനാണ് നീക്കം നടക്കുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മികച്ച വളർച്ചയുള്ള ഡിവിഷനുകളാണിവ. കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രാജ്യത്തെ 2ാമത്തെ ഡിവിഷനായിരുന്നു പാലക്കാട്. വെട്ടിമുറിക്കുന്നതോടെ 2 ഡിവിഷനുകളും ചുരുങ്ങുകയും ക്രമേണ ഒറ്റ ഡിവിഷനാവുകയും ഭാവിയിൽ ഇല്ലാതാകുകയും ചെയ്തേക്കും. പാലക്കാട് ഡിവിഷൻ വിഭജനം ഒക്ടോബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. മേഖലയെ ഒറ്റ റെയിൽവേയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് വിഭജനമെന്നാണ് റെയിൽവേ ബോർഡിന്റെ വിശദീകരണം. ട്രെയിൻ സർവീസുകളുടെ ഏകോപനം, ടൈം ടേബിൾ നിർണയം, യാത്രക്കാർക്കുള്ള സൗകര്യം, ചരക്കു നീക്കം എന്നിവ കൂടുതൽ ഫലപ്രദമാക്കുന്നതാണ് വിഭജനമെന്നും അവകാശപ്പെടുന്നു. കാസർഗോഡ് അതിർത്തി മുതൽ ദക്ഷിണ കർണാടകയിലെ വിവിധ പ്രദേശങ്ങൾ വേർപെടുത്തുന്നതോടെ മംഗളൂരു ഉൾപ്പെടെയുള്ള സുപ്രധാന സ്റ്റേഷനുകൾ മൈസൂർ ഡിവിഷന് കീഴിലാകും. പാലക്കാട് ഡിവിഷൻ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന പനമ്പൂർ സ്റ്റേഷൻ അടക്കം മാറ്റുന്നതോടെ വലിയ നഷ്ടമാണ് കേരളത്തിലെ റെയിൽവേ വരുമാനത്തിൽ ഉണ്ടാകുക. ഏകദേശം 1100 കോടി രൂപയുടെ വരുമാന നഷ്ടം ഇതുവഴി ഉണ്ടാകും. പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിലും പ്രവർത്തന പരിധിയിലും ഉണ്ടാകുന്ന വലിയ കുറവ് ഭാവിയിൽ സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തെ സാരമായി ബാധിക്കും. പുതിയ ട്രെയിൻ സർവീസുകൾ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ ആവശ്യങ്ങൾക്കും തടസ്സമാകും. മംഗളൂരു ഭാഗം വെട്ടിമാറ്റുന്നതോടെ ടെർമിനലും പൂർണ്ണ സജ്ജമായ പിറ്റ് ലൈനും, അതായത് ട്രെയിൻ അറ്റകുറ്റപ്പണികൾക്കും ശുചീകരണത്തിനുമുള്ള കേന്ദ്രമില്ലാത്ത ഡിവിഷനായും പാലക്കാട് മാറും. മംഗളൂരു സെൻട്രലിലാണ് പാലക്കാട് ഡിവിഷന്റെ ടെർമിനലും പിറ്റ് ലൈനും ഉള്ളത്. UPA ഭരണകാലത്താണ് പാലക്കാട് ഡിവിഷനെ വിഭജിച്ച സേലം ഡിവിഷൻ ഉണ്ടാക്കിയത്. അന്ന് കോയമ്പത്തൂർ സ്റ്റേഷൻ സേലം ഡിവിഷനിലായി. പക്ഷേ മംഗളൂരു സ്റ്റേഷൻ നിലനിന്നതുകൊണ്ട് വരുമാനം കുത്തനെ ഇടിയാതെ പാലക്കാട് പിടിച്ചു നിന്നു. ഇപ്പോൾ അതും ഇല്ലാതാക്കി പാലക്കാട് ഡിവിഷനെ തകർക്കുക എന്നല്ലാതെ മറ്റൊന്നുമല്ല മോഡി സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ 1000-ലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡിവിഷനുകൾക്കായാണ് കേരളത്തിലെ ഡിവിഷനുകളെ ശോഷിപ്പിക്കുന്നത് എന്നതിൽ നിന്നു തന്നെ ഭരണ സൗകര്യമെന്ന പ്രയോഗം വ്യർത്ഥമാണെന്ന് വ്യക്തം. തിരുവനന്തപുരം ഡിവിഷൻ 625 കിലോമീറ്റർ റെയിൽവേ റൂട്ടാണുള്ളത്. തൃശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗർ മുതൽ തിരുനെൽവേലിയിലെ മേലെപ്പാളയം വരെയുള്ള ഡിവിഷനിലെ നാഗർകോവിൽ, കന്യാകുമാരി എന്നീ പ്രധാന ഭാഗങ്ങളെ മധുര ഡിവിഷന് കീഴിലാക്കാനാണ് നീക്കം നടക്കുന്നത്. ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും വലിയ ഡിവിഷനാണ് 1356 കിലോമീറ്റർ റൂട്ടുള്ള മധുര. കേരളത്തിലെ കൊല്ലം പുനലൂർ പാതയും ഡിവിഷനിലാണ്. തിരുവനന്തപുരം ഡിവിഷന്റെ പരിധി കേവലം 625 കിലോമീറ്ററും പാറശാല മുതൽ തിരുനെൽവേലി വരെ 114 കിലോമീറ്റർ ദൂരവും 20 സ്റ്റേഷനുകളുമാണ് ഉള്ളത്. ഇവ നഷ്ടമായാൽ തിരുവനന്തപുരത്തിന്റെ നീളം 511 കിലോമീറ്ററായി ചുരുങ്ങും. വിനോദസഞ്ചാര പ്രാധാന്യമുള്ള കന്യാകുമാരി നഷ്ടമാകുന്നത് വലിയ തോതിൽ ബാധിക്കും. പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ റൂട്ട് 577 കിലോമീറ്റർ ആണ്. മംഗലാപുരം മേഖല വെട്ടിമാറ്റുമ്പോൾ ദൈർഘ്യം 540 കിലോമീറ്ററായി കുറയും. പൊള്ളാച്ചി മുതൽ ഉപ്പള വരെയാകും ഇനി ഡിവിഷൻ പരിധി. മംഗളൂരു മേഖല കൂട്ടിച്ചേർക്കാനൊരുങ്ങുന്ന മൈസൂരു ഡിവിഷന് നിലവിൽ 1100 കിലോമീറ്റർ റെയിൽവേ ലൈനും 126 സ്റ്റേഷനുകളും ഉണ്ട് എന്നിടത്താണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ കാപട്യം വെളിപ്പെടുന്നത്. അതേസമയം റെയിൽവേ ഡിവിഷൻ വിഭജനം ഒരു വിധത്തിലും ബാധിക്കില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ അവകാശവാദം. വന്ദേ ഭാരത് സ്ലീപ്പർ ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിനുകൾ കേരളത്തിന് ലഭിക്കുമെന്നും അവർ പറയുന്നു. കേരളത്തിന് ആവശ്യം വേണ്ടത് വന്ദേ ഭാരത് ട്രെയിനുകളല്ല, റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. കേവലം 57 കിലോമീറ്റർ ശരാശരി വേഗം പാലിക്കാൻ കഴിയുന്ന ട്രാക്കുകളുള്ള സംസ്ഥാനത്ത് 160 കിലോമീറ്റർ വേഗത അവകാശപ്പെടുന്ന പ്രീമിയം വണ്ടികൾ അനുവദിച്ചാൽ തന്നെ എന്താണ് ഗുണം? രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ റെയിൽവേ വികസനം ഇല്ലാതാക്കുകയും കയ്യടി നേടാൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് കേന്ദ്രം അവസാനിപ്പിക്കണം. പുതിയ പദ്ധതികൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളത് തകർക്കാനുള്ള ശ്രമത്തിനെതിരെ രാഷ്ട്രീയം മറന്ന സംസ്ഥാനത്തെ ജനപ്രതിനിധികൾ പ്രതിരോധം തീർക്കണം.